Hi friends, welcome to a new video from English with SC. നമ്മളിപ്പോൾ നന്നായിട്ട് സംസാരിക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിൽ നമ്മൾ ഓരോരോ മലയാളം സെൻറ്റൻസുകൾ തന്നു. നിങ്ങളെല്ലാം വളരെ വിശദമായി അതിന് കമൻസ് ഇട്ടിരുന്നു. ഐ എം സോ ഹാപ്പി ടു സീ ഇറ്റ്. ആൻഡ് നൗ നമുക്ക് ആ എക്സസൈസുകൾ ഒന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത് അവൻ സഹായിക്കുന്നു. ഇപ്പോൾ എന്ത് വരും? ഹീ ഹെൽപ്സ്. അവൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹീ ഈസ് ഹെൽപ്പിംഗ്. അവൻ സഹായിച്ചിരുന്നു. ഹീ ഹെൽപ്ഡ്. നാലാമത്തത് അവർ പഠിക്കുന്നു. ദേ സ്റ്റഡി. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിച്ചിരുന്നു അല്ലെങ്കിൽ പഠിച്ചു. ദേ സ്റ്റഡീഡ്. അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് ഞാൻ തന്നിരുന്നു. വളരെ നന്നായിട്ട് എല്ലാവരും കമൻസ് ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ നിങ്ങൾക്കറിയാം സഹായിക്കുന്നു അല്ലെങ്കിൽ അപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മളിപ്പോൾ വരുന്നു, പോകുന്നു, നിൽക്കുന്നു, കിടക്കുന്നു, ഇങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുമ്പോൾ അവിടെ ഇപ്പോൾ ഹെൽപ്പ് അല്ലെങ്കിൽ ഹെൽപ്സ്, അതായത് യെസ് വെർബ് അല്ലെങ്കിൽ ഡു വെർബ് അല്ലെങ്കിൽ ഡസ് വെർബ്, കൊണ്ടിരിക്കുന്നു എന്ന രീതിയിൽ വരുമ്പം ആമീസാർ പ്ലസ് ING വെർബ് വരും. എന്നാൽ പഴയ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറ്റി പറയുമ്പം ഡിഡ് വെർബ്, അതായത് ഹെൽപ്ഡ്, ആ ഒരു ഫോമിലേക്ക് ഇപ്പം സ്റ്റഡീഡ്, കണ്ടില്ലേ, പ്ലേഡ്, അങ്ങനെ വരും. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് വളരെ സിമ്പിളായിട്ട് 4ാമത്തെ രീതിയിൽ എങ്ങനെ സെൻറ്റൻസുകൾ എഴുതാം എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ച 3 രീതികൾ നിങ്ങൾക്കറിയാമല്ലോ. സഹായിക്കുന്നു, സഹായിച്ചു കൊണ്ടിരിക്കുന്നു, സഹായിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെ പോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റിലും ഇതുവരെയുള്ളതും ഇന്ന് നമ്മൾ പഠിക്കുന്നതുമായ സെൻറ്റൻസുകൾ ചേർത്തുകൊണ്ട് നാം എക്സസൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സസൈസുകളും നിങ്ങൾ ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്സും എൻ്റെ വീഡിയോയുടെ വളർച്ചയ്ക്ക് സഹായകമായിരിക്കും. ഒപ്പം തന്നെ ഇംഗ്ലീഷ് പ്രാക്ടീസ്, സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാക്ടീസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലേക്ക് കടന്നു വരാൻ ഞാൻ മാക്സിമം സിമ്പിളായിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാ വീഡിയോസും, മുമ്പുള്ള വീഡിയോസ് കൂടി നോക്കുക. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത്, ഇപ്പം നമ്മൾ പഠിക്കുന്നു, പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിച്ചിരുന്നു, ഈ 3 ഫോമല്ലേ പഠിച്ചത്. അപ്പോൾ പഠിക്കുന്നു എന്നുള്ള ഇപ്പോഴത്തെ കാര്യത്തിൻ്റെ മുമ്പുള്ളതാണ് പഠിച്ചിരുന്നു എന്നത്, അല്ലേ? അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഈസ്, ആം, ആർ എന്ന് വരുമ്പം ഇപ്പോൾ നടക്കുന്നതാണ്. ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനെ മുമ്പ് പറയുമ്പോൾ എങ്ങനെയാവും? പഠിച്ചുകൊണ്ടിരിക്കുക ആയിരുന്നു, അല്ലേ? ഇപ്പോൾ ഞാൻ വരുമ്പോൾ അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ റെഗുലറായിട്ട് നാം ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളാണത്, അല്ലേ? അപ്പോൾ അതെങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മുമ്പേ സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഈസ്, ആം, ആർ ഹെൽപ്പിംഗ്, അല്ലേ? ഹീസ് ഹെൽപ്പിംഗ്, ഐ ആം ഹെൽപ്പിംഗ്, യു ആർ ഹെൽപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു, ഇല്ലേ? ഇനി അതിനെ ആ ഈസ്, ആം, ആറിനെ പതുക്കെ അങ്ങോട്ടൊന്ന് മാറ്റി ഈസിന് പകരം വാസും ആമിന് പകരവും വാസാണ്, ആറിന് പകരം വെയർ, WERE വെയർ, ഇവ രണ്ടും കൊടുക്കുമ്പോൾ അവിടെ കൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വരും. കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, അതായത് ആമീസാർ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്, വാസ് വെയർ എന്ന് വരുമ്പം ആയിരുന്നു എന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഒന്ന് നോക്കണേ. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുക, അവിടെ നമ്മളത് വെർബ്സായിട്ടാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഓക്സിലറി വെബ്സായിട്ട്, അതായത് സഹായക ക്രിയകളായിട്ട്, അതായത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക ആണ് എന്ന് പറയാൻ ആമീസാറും പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ വാസൂർ വേറുമാണ് അവിടെ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ എങ്ങനെ വരുമെന്ന് നോക്കാം. ഇപ്പോൾ പറയാണ് അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അവൻ ഹി. സഹായിച്ചു കൊണ്ടിരിക്കുക ആയിരുന്നു എന്നുള്ളതിന് എന്ത് വരും? വാസ് വരും. ഹി വാസ് ഹെൽപ്പിംഗ്. സഹായിക്കുക എന്നുള്ളതിന് ഹെൽപ്പാണല്ലോ. അപ്പോൾ ഞാൻ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്, ഐ
ആം എന്താവും എന്നാണ് നമ്മൾ പറഞ്ഞത്? വാസായി മാറണം. ആമിന് പകരം അവിടെ ആയിരുന്നു ആണെങ്കിൽ ഐ വാസ് ഹെൽപ്പിംഗ്. ഇപ്പം നമ്മൾ നീ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതായത് അവിടെ യു ആറാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, നീ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യു ആണ് നീക്ക് അല്ലേ? വാസ് ഓർ വെയർ ഏതാണ് കൊടുക്കേണ്ടത്? ആറിന് പകരം എപ്പോഴും ശ്രദ്ധിക്കുക വേറാണ് വരുന്നത്, WER. അപ്പോൾ യു വെയർ ഹെൽപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആദ്യം ആരെ പറ്റിയാണോ പറയുന്നത് അത് എഴുതുന്നു. ഇപ്പം ഐ, യു, ഹി, ഷീ, ഇറ്റ്, ദേ പോലെ, രാധ, ലീല, രാജു എന്ന പോലെ അത് എഴുതുന്നു. അതിനുശേഷം ഈസാമാറിന് പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കണം? വാസ് അല്ലെങ്കിൽ വെയർ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം ING വെർബും കൊടുക്കുമ്പോൾ എന്തായി? ഞാൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, പഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഇങ്ങനെ ഒരു അർത്ഥത്തിലേക്ക് ആ സെൻറ്റൻസുകൾ മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 സെൻറ്റൻസുകൾ ഒന്ന് നോക്കാം. അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ത് വരും? അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് നമ്മൾ പറഞ്ഞു ദേ ആർ സ്റ്റഡിയിങ്. ഇപ്പോൾ ഇവിടെ എന്ത് വരും? ദേ വെയർ, WER, വെയർ സ്റ്റഡിയിങ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് പ്ലൂറൽ ആണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഐ, യു, ഇത് രണ്ടും പ്ലൂറലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ യു എന്നതും അതുപോലെ തന്നെ പ്ലൂറൽ ഫോം, ഇപ്പോൾ ചിൽഡ്രൻ, ദേ, വി, ഇപ്പോൾ രാജു ആൻഡ് രാധ, ഇങ്ങനെയൊക്കെ അതായത് രണ്ടിൽ കൂടുതലോ വരുമ്പോൾ പ്ലൂറലായിട്ട് വരുമ്പോൾ അവിടെ എന്തുപയോഗിക്കണം? WER, വെയർ യൂസ് ചെയ്യണം. എന്നാൽ ഒരാളേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയുള്ളൂ ഐയുടെ കൂടെ വാസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഐ, ഹി, ഷീ, ഇറ്റ്, പിന്നെ വേറെ പേരുകളൊക്കെ വരുമ്പം ഒരാളെ ഉള്ളെങ്കിൽ ഇപ്പോൾ കൗ, ഡോഗ് എന്നൊക്കെ വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വാസ് വരും. എന്നാൽ കൗസ് ആണെങ്കിൽ കൗസ് വെയർ, ഡോഗ്സ് വെയർ. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ആ എക്സസൈസുകൾ ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ എന്നും പറയുന്ന സെൻറ്റൻസ് നമുക്കൊന്ന് നോക്കാം. ഞാൻ അവളെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് നമ്മൾ ഐ ലവ് യു എന്ന് പറഞ്ഞു ഇല്ലേ? സ്നേഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ലവിങ്, നിന്നെ യു, ഐ വാസ് ലവിങ് യു. ഇപ്പം ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അതായത് സബ്ജക്റ്റ്, അതായത് ആരാണോ ചെയ്യുന്നത് അത് കഴിഞ്ഞാലുടൻ പ്രവൃത്തി എഴുതിയതിന് ശേഷം വേറെ എന്തും എഴുതാവും. ഇപ്പം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നമ്മൾ മലയാളത്തിൽ പറയുമ്പം ഐ, യു, ലവ് എന്ന് വരും ഇല്ലേ? അപ്പോൾ നമ്മളത് തിരിച്ചെഴുതിയേക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ സിനിമകളിലൊക്കെ ജഗതിയൊക്കെ കോമഡി പറയുന്ന പോലെ പറയാതെ നമ്മൾ അത് സെൻറ്റൻസ് പാറ്റേൺ എപ്പോഴും ശ്രദ്ധിക്കുക. ആദ്യം സബ്ജക്റ്റ് എഴുതിയാൽ ഉടൻ നമ്മൾ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളത് പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം മാത്രം. അതുകൊണ്ട് ഞാൻ ഇന്ന് തരുന്ന എക്സസൈസിൽ ഇപ്പം അവർ പഠിക്കുന്നു എന്ന് പറയുന്നതിന് പകരം അവർ ഇംഗ്ലീഷ് പഠിക്കുന്നു, ഈ രീതിയിലാണ് ഞാൻ തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം അവൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, ആ കുട്ടികൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചിൽഡ്രൻ വെയർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. എന്നാൽ നീ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. യു വെയർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, അത് മനസ്സിലായല്ലോ? നമുക്ക് ഇതുവരെ നമ്മൾ പഠിച്ച ആ സെൻറ്റൻസുകൾ ഒന്ന് പറഞ്ഞു നോക്കാം. ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവൻ സഹായിക്കുന്നു, ഹി ഹെൽപ്സ്. അവൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു, ഹി ഈസ് ഹെൽപ്പിംഗ്. അവൻ സഹായിച്ചിരുന്നു, ഹി ഹെൽപ്ഡ്. അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ഹി വാസ് ഹെൽപ്പിംഗ്. കണ്ടോ, ഇതാണ് മോഡൽ. അപ്പോൾ ഇതുപോലെ തന്നെ ഇന്നലെ നമ്മൾ എഴുതിയതൊന്നുകൂടെ പറഞ്ഞു നോക്കൂ. അവർ പഠിക്കുന്നു, ദേ സ്റ്റഡി. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ദേ ആർ സ്റ്റഡിയിങ്. അവർ പഠിച്ചിരുന്നു, ദേ സ്റ്റഡീഡ്. ഇനി അവർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേ വെയർ സ്റ്റഡിയിങ്. ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദേ വെയർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ എക്സസൈസിലേക്കൊന്ന് പോകാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലീല കൊല്ലത്തേക്ക് പോകുന്നു. ഇപ്പോൾ കൊല്ലത്തേക്കെന്ന് വരുമ്പോൾ 2 കൊല്ലമാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കുള്ളത് കണ്ടുപിടിച്ച് എഴുതിക്കോണേ. ലീല കൊല്ലത്തേക്ക് പോകുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലീല കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ.
തേർഡ് ക്വസ്റ്റ്യൻ, ലീല കൊല്ലത്തേക്ക് പോയിരുന്നു അല്ലെങ്കിൽ പോയി. ഓക്കെ, ലീല കൊല്ലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, കുട്ടികൾ അമ്മയെ സഹായിക്കുന്നു. ഓക്കെ, കുട്ടികൾ അമ്മയെ സഹായിക്കുന്നു. സിക്സ്ത് ക്വസ്റ്റ്യൻ, കുട്ടികൾ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ. അടുത്തത്, കുട്ടികൾ അമ്മയെ സഹായിച്ചിരുന്നു അല്ലെങ്കിൽ സഹായിച്ചു. മുമ്പ് സഹായിച്ചു എന്നാണ്. ഓക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടികൾ അമ്മയെ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. ഒന്നാമത്തേനകത്ത് പോകുന്നുവാണ്, സെക്കൻഡ് വൺ പോയിക്കൊണ്ടിരിക്കുന്നു, തേർഡ് വൺ പോയിരുന്നു, നെക്സ്റ്റ് വൺ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ സഹായിക്കുന്നു, സഹായിച്ചു കൊണ്ടിരിക്കുന്നു, സഹായിച്ചിരുന്നു, സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിക്കുക നന്നായിട്ട്. അതിനുശേഷം മാക്സിമം ശ്രദ്ധ കൊടുത്ത് നിങ്ങൾ നോട്ട്ബുക്സിലേക്ക് പകർത്തുക. പിന്നീട് നിങ്ങളത് കമൻറ്റുകളായിട്ട് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സംശയം എന്തെങ്കിലും രീതിയിൽ ഒപ്പീനിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവർ അതുകൂടി കണ്ടിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.